പൗരത്വമെന്ന സ്വപ്നവുമായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളും ഗ്രീൻ കാർഡ് ഉടമകളും ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് പുതിയ നാച്ചുറലൈസേഷൻ നിയമങ്ങൾ. 2026 ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്, അതായത് USCIS നാച്ചുറലൈസേഷൻ അഥവാ അമേരിക്കൻ പൗരത്വ അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടരുകയാണ്. അതേസമയം പൗരത്വത്തിനായി തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില നിർണായക കാര്യങ്ങളും പുതിയ പരീക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. 2026 അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ എന്തൊക്കെയാണ് അറിയേണ്ടത്? പുതിയ പരീക്ഷാ സംവിധാനം എന്താണ്? N-400 അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കയിൽ എംപ്ലോയ്മെന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡ് വഴി സ്ഥിരതാമസ പദവി നേടിയ ശേഷം സാധാരണയായി 5 വർഷം പൂർത്തിയാക്കിയവർക്ക് നാച്ചുറലൈസേഷന് അപേക്ഷിക്കാം. അതേസമയം ഒരു US പൗരനെ വിവാഹം കഴിച്ച ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ചില നിബന്ധനകൾ പാലിക്കുന്ന സാഹചര്യത്തിൽ 3 വർഷത്തിന് ശേഷം അപേക്ഷിക്കാൻ അർഹത ലഭിക്കും. എന്നാൽ 5 വർഷമോ 3 വർഷമോ പൂർത്തിയാകുന്നത് കൊണ്ട് മാത്രം പൗരത്വം ഉറപ്പാകില്ല. അപേക്ഷകൻ അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഗുഡ് മോറൽ ക്യാരക്ടർ നിലനിർത്തിയിട്ടുണ്ടോ, കണ്ടിന്യൂസ് റെസിഡൻസ്, ഫിസിക്കൽ പ്രസൻസ് എന്നീ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നിതെല്ലാം USCIS വിശദമായി വിലയിരുത്തും. ഇനി 2026 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നാച്ചുറലൈസേഷൻ സിവിസ് ടെസ്റ്റിനെ കുറിച്ച് നോക്കാം. 2025 ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നാച്ചുറലൈസേഷൻ സിവിസ് ടെസ്റ്റ് ആണ് ഇപ്പോൾ പുതിയ അപേക്ഷകർക്ക് ബാധകമായിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന 100 ചോദ്യങ്ങളുള്ള ചോദ്യ ബാങ്കിന് പകരം ഇപ്പോൾ 128 ചോദ്യങ്ങളുള്ള പുതിയ ചോദ്യ ബാങ്കാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ഭരണഘടന, അമേരിക്കൻ കോൺഗ്രസ്, പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, സുപ്രീം കോടതി, അമേരിക്കയുടെ ചരിത്രം, ദേശീയ പ്രതീകങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഇത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. ഈ പരീക്ഷ ഒരു അക്കാദമിക് പരീക്ഷയല്ല. അപേക്ഷകൻ അമേരിക്കയുടെ അടിസ്ഥാന ഭരണഘടനാ സംവിധാനത്തെയും പൗരന്റെ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചുള്ള അടിസ്ഥാന അറിവ് നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന പരീക്ഷ മാത്രമാണ്. ഇംഗ്ലീഷ് പരീക്ഷയിലും മാറ്റമൊന്നും വന്നിട്ടില്ല. റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്നീ 3 ഘടകങ്ങളും ഇപ്പോഴും നാച്ചുറലൈസേഷൻ പ്രക്രിയയുടെ ഭാഗമാണ്. ഇന്റർവ്യൂ സമയത്ത് USCIS ഓഫീസറുമായി വ്യക്തമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ടോ എന്നും അവർ വിലയിരുത്തും. അടുത്തതായി കണ്ടിന്യൂസ് റെസിഡൻസ്, ഫിസിക്കൽ പ്രസൻസ് എന്നീ 2 പ്രധാന മാനദണ്ഡങ്ങളെ കുറിച്ച് നോക്കാം. മലയാളികളും ജോലി ആവശ്യങ്ങൾക്കോ കുടുംബപരമായ കാരണങ്ങളാലോ ഇടയ്ക്കിടെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള യാത്രകൾ നാച്ചുറലൈസേഷൻ അപേക്ഷയെ ബാധിക്കുമോ എന്ന സംശയം പലർക്കുമുണ്ട്. സാധാരണയായി അമേരിക്കയ്ക്ക് പുറത്തുള്ള ദീർഘകാല താമസം കണ്ടിന്യൂസ് റെസിഡൻസ് വിലയിരുത്തുന്നതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 6 മാസത്തിലധികമോ 1 വർഷത്തിലധികമോ നീണ്ടു നിൽക്കുന്ന യാത്രകൾ ഉണ്ടെങ്കിൽ USCIS കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടാം. അതിനാൽ എല്ലാ വിദേശ യാത്രകളുടെയും തീയതികളും ദൈർഘ്യവും കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഗുഡ് മോറൽ ക്യാരക്ടർ എന്ന മാനദണ്ഡത്തിലേക്ക് വരാം. നാച്ചുറലൈസേഷൻ അപേക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഇത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്രിമിനൽ കേസുകൾ, കോടതി വിധികൾ, ചില ഇമിഗ്രേഷൻ നിയമലംഘനങ്ങൾ, തെറ്റായ വിവരങ്ങൾ നൽകൽ, ടാക്സ് സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ എന്നിവയെ അപേക്ഷയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് N-400 അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ ടാക്സ് റിട്ടേണുകൾ, നിയമപരമായ രേഖകൾ, യാത്രാ വിവരങ്ങൾ എന്നിവ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങളും ഔദ്യോഗിക രേഖകളും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകരുത്. ഇനി ഇന്റർവ്യൂവിനെ കുറിച്ച് നോക്കാം. USCIS ഓഫീസർ N-400 അപേക്ഷയിലെ വിവരങ്ങൾ ഓരോന്നായി പരിശോധിക്കും. നിങ്ങളുടെ യാത്രാ ചരിത്രം, തൊഴിൽ, കുടുംബാംഗങ്ങൾ, നികുതി സംബന്ധമായ ചില ചോദ്യങ്ങൾ, അമേരിക്കൻ ഭരണഘടനയോടുള്ള പ്രതിബദ്ധത എന്നിവയെക്കുറിച്ചും ചോദിക്കാം. അതിനാൽ അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ കൃത്യമായി ഓർമ്മിച്ചിരിക്കണം. അപേക്ഷ അംഗീകരിച്ചാൽ അടുത്ത ഘട്ടം പൗരത്വ സത്യപ്രതിജ്ഞയാണ്. ഈ ചടങ്ങ് പൂർത്തിയാകുന്നതോടെയാണ് നിങ്ങൾ ഔദ്യോഗികമായി അമേരിക്കൻ പൗരനാകുന്നത്. ഇന്ത്യൻ പൗരന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യവും ഇവിടെയുണ്ട്. അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചതിന് ശേഷം ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെക്കാൻ കഴിയില്ല. അതിനാൽ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും തുടർന്ന് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിന് അപേക്ഷിക്കുകയും വേണം. അമേരിക്കൻ പൗരത്വം ലഭിച്ചതിന് ശേഷമുള്ള ഈ നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2026 പൗരത്വത്തിന് തയ്യാറെടുക്കുന്നവർ
നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങൾ കൂടെ നോക്കാം. ഒന്നാമത്, N400 അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ എല്ലാ യാത്രാ വിവരങ്ങളും കൃത്യമായി പരിശോധിക്കുക. രണ്ടാമത്, പുതിയ 128 ചോദ്യങ്ങളുള്ള സിവിക്സ് ടെസ്റ്റ് ചോദ്യ ബാങ്ക് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. മൂന്നാമത്തേത്, ടാക്സ് റിട്ടേണുകൾ ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ക്രമമായി സൂക്ഷിക്കുക. നാലാമത്തേത്, അപേക്ഷയിൽ നൽകുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ഔദ്യോഗിക രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അഞ്ചാമത്തേത്, ഇന്റർവ്യൂവിന് മുമ്പ് ഇംഗ്ലീഷ് റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് പരിശീലനം നടത്തുകയും സിവിക്സ് ചോദ്യങ്ങൾക്ക് നന്നായി പഠിക്കുകയും ചെയ്യുക. 2026 അമേരിക്കൻ പൗരത്വത്തിനായുള്ള അടിസ്ഥാന നിയമങ്ങളിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാൽ പുതിയ നാച്ചുറലൈസേഷൻ സിവിക്സ് ടെസ്റ്റ് നിലവിലുണ്ട്. അതോടൊപ്പം അപേക്ഷയിലെ വിവരങ്ങളുടെ കൃത്യത, ഗുഡ് മോറൽ ക്യാരക്ടർ, കണ്ടിന്യൂസ് റെസിഡൻസ്, ഫിസിക്കൽ പ്രസൻസ്, ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നിവയ്ക്ക് USCIS ഇപ്പോഴും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതിനാൽ സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ വാർത്തകൾ വിശ്വസിക്കുന്നതിന് പകരം ഔദ്യോഗിക USCIS നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി മാത്രം അപേക്ഷ തയ്യാറാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അമേരിക്കൻ ഇമിഗ്രേഷൻ, ഗ്രീൻ കാർഡ്, H1B, US പൗരത്വം, വിസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഔദ്യോഗിക അപ്ഡേറ്റുകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.